ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിലെ ഒരു പെൺകുട്ടിൻ്റെ പരാതി കേട്ടിട്ടാണ്. അത് ന്യൂസിൽ ഞാൻ കണ്ടു. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറയാൻ വന്നിരിക്കുന്നത്. ഒരു കോളേജിൽ ആ കുട്ടി ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടി, അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന അച്ഛനും അമ്മമാർ കടം വാങ്ങിയിട്ടാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കോളേജിലേക്ക് അയക്കുന്നു. ഇതൊക്കെ ഒരു അച്ഛനും അമ്മൻ്റെ കാശില്ലാത്തവരുടെ ആഗ്രഹങ്ങളാണ് അവരത് ചെയ്യുന്നത്. നമ്മൾ നശിച്ചു പോയാലും നമ്മുടെ മക്കൾ നേരാവണം എന്ന ചിന്താഗതിയുള്ള ഒരു അച്ഛനും അമ്മയാണ് ആ കോളേജിലേക്ക് ആ കുട്ടിനെ അയച്ചിരിക്കുന്നത്. അതിന് ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആ സാറുണ്ടല്ലോ, പ്രിൻസിപ്പള് ഇല്ലെങ്കിൽ സാറ്, ആ കുട്ടിനെ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ സാറ്, ആ കുട്ടിയെ ജാതി പറഞ്ഞ് ജാതി പറയുന്നു. ഇനി പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദിക്കുന്നത്, ഏത് കോളേജിലായാലും ഇല്ലെങ്കിൽ എവിടെയായാലും താഴ്ന്ന ജാതിക്ക് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ലേ? ഈ സമൂഹത്തിൽ താഴ്ന്ന ഒരു ജാതിയാണ്, ഇല്ലെങ്കിൽ അവരുടെ കളറ് കറുപ്പാണ് എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ? ഈ മുതിർന്ന ജാതിക്കാർക്ക് മാത്രമാണോ ഈ ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും എവിടെയായാലും ജീവിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണോ? ഈ ജാതി കറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യത്യാസം എവിടെ പോയാലും അത് കാണിക്കുന്നുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആശാരിയാണ്, കാർപ്പൻ്ററാണ് ഞാൻ. ഞങ്ങളുടെ ഗ്രാമത്തൊക്കെ പട്ടന്മാർ നമ്മൾ കുളിക്കാൻ പോയാൽ നമ്മളുടെ അടുത്തുകൂടി പോയില്ല. അവർ കുളിക്കുന്ന കുളക്കടവിൽ നമ്മൾക്ക് കുളിക്കാൻ പറ്റില്ല. നമ്മൾ കുളിക്കുന്ന ഒരു കുളത്തിൽ കുളിക്കുക, ഒരു കടവിൽ കുളിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയൊക്കെ ഞാനും അനുഭവിച്ച ഒരാളാണ്. അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടിയെ പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത ആ സാറിൻ്റെ ശരീരത്തിൽ ഒരു ബ്ലേഡ് കൊണ്ട് അറുത്തിട്ട്, ആ കുട്ടീൻ്റെ കയ്യിലും ബ്ലേഡ് കൊണ്ട് അറുത്തിട്ട്, അത് രണ്ടും ഒരേ കളറാണോ എന്ന് നോക്കണം. അതിൽ ജാതിൻ്റെ, മുതിർന്ന ജാതിൻ്റെ, താഴ്ന്ന ജാതിൻ്റെ എന്ന കളറ് വ്യത്യാസം ആ ബ്ലഡിനുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കണം. ഈ തുഞ്ചച്ചൻ കോളേജിലത്തെ ആ നാറിയ ഒരു പ്രിൻസിപ്പാളിനോട് ഇല്ലെങ്കിൽ ആ പഠിപ്പിച്ച മാഷിനോട് ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ഈ 2026 ജാതി, മതം, കളറ് ഇതിനെല്ലാം തീണ്ടു കൊടുക്കുന്ന യുവന്മാർക്കൊന്നും ഇനിയും നേരം വെളുത്തിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കലാഭവൻ മണിൻ്റെ അനിയനെ കുറ്റം പറഞ്ഞ ഒരു ടീച്ചറുണ്ടായിരുന്നു, സത്യഭാമ ടീച്ചർ. എന്ന പോലെ എന്തിനാടോ ഈ ജാതിയും മതമൊക്കെ? തനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ ജാതിക്കളെ ഉണ്ടാവുള്ളൂ ഓടി വരാൻ. പൈസയുള്ള വീട്ടിലെ വലിയ വലിയ ആൾക്കാരൊന്നും ഓടി വന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്തു തരാനുണ്ടാവില്ല. ഈ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമാണ് ഈ സ്നേഹം, സിമ്പതി, കടപ്പാട് എല്ലാം കൂടുതലുള്ളത്. കാശുള്ളവരുടെ വീട്ടിൽ അതൊരിക്കലും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇല്ലെങ്കിൽ ഒരു വലിയ ബ്രാഹ്മണൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൻ്റെ വീട്ടിലോ ആ ഒരു സിമ്പതി കിട്ടുമെന്ന് നിങ്ങളാരും കരുതണ്ട. എന്തായാലും ഇതൊരു മോശമായ പണിയായിപ്പോയി മാഷേ. നിങ്ങളൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും നിങ്ങൾക്ക് ഇത്രയും വിവരമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉണ്ടാവുന്നത്? ടീച്ചർമാർ കഞ്ചാവ് വെക്കുന്നു, മാഷുമാർ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. എന്തിന്? ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ഇന്ന ജാതിയാണ്, ജനിക്കുമ്പോൾ ഇന്ന ജാതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു താഴ്ന്ന ജാതി ഒരു ഉയർന്ന ജാതിയും ജനിക്കുന്നത് ഒരമ്മൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് എങ്ങനെ പ്രസവിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഒരു താഴ്ന്ന ജാതിയും പ്രസവിക്കുന്നത്. അവർ വളർത്തുന്നതും നമ്മൾ താഴ്ന്ന ജാതികൾ വളർത്തുന്നതും ഒരേപോലെയാണ്. വിദ്യാഭ്യാസം ചിലവർക്ക് അതിനുള്ള ഇതുണ്ടാവില്ല, ചിലവർ നന്നായി പഠിക്കും. അതിന് ആ കുട്ടിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം എന്ന് പറഞ്ഞ് തന്നെയുണ്ടല്ലോ. ആ കുട്ടിൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ തൻ്റെ പല്ലടിച്ച് താഴ്ത്തിട്ടിട്ടുണ്ടാവും വന്നിട്ട്, ജാതി പറഞ്ഞ് ആ കുട്ടീനെ അധിക്ഷേപിച്ചതിന്. മനസ്സിലായ? എന്നിട്ട് ആ കുട്ടിയോട്, ഒരു 10-17 വയസ്സായ കുട്ടിയോട് പറയണം ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്ന്. അപ്പോൾ തൻ്റെയൊക്കെ
ഞാൻ ഇനി ഞാൻ രണ്ടിത്തരം പറയണ്ട പറയുമ്പോൾ മീഡിയയിൽ ഇതൊന്നും വായി തുറക്കാതിരുന്ന ഇവന്മാർക്കൊന്നും വലിയ നേരം വെളുക്കാത്ത ജാതികൾ ഇനിയും. മനുഷ്യന് ഒരേ ഒരു ജന്മമുള്ളൂ, മനുഷ്യജന്മം. അതിന് ജാതി മതം ക്രിസ്ത്യാനി മുസ്ലിം മറ്റേ പട്ടന്മാർ നായന്മാർ ഈഴവന്മാർ ദളിതർ ചെറുമക്കൾ ചക്കിലർ എന്നൊന്നുമില്ല. മനുഷ്യൻ, അതാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരവകാശം മനുഷ്യനായിട്ട്. അതിന് നിങ്ങൾക്കൊന്നും ഇനിയൊന്നും കഴിയില്ലെങ്കിൽ എന്തിനാ ഈ വിദ്യാഭ്യാസം നിങ്ങൾ പഠിച്ചിട്ട് അവിടെയൊക്കെ പോയി ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്? നിങ്ങളുടെയൊക്കെ വായിൽ ഈ വേണ്ടാത്തത് മാത്രമേ വരുള്ളൂ. മോഹൻദാസ് പറയുന്നവൻ ഒരുത്തൻ പറഞ്ഞു, ഇമാതിരിയുള്ള വിവരക്കേടുകളൊക്കെ നിങ്ങളല്ലാതെ ആരാ പറയുക? എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എങ്കിൽ പോലും ഞാൻ ജാതി മതമൊന്നും കണക്കാക്കിയിട്ടില്ല. കാരണം അവരിൻ്റെ നമ്മളുടെ ജന്മം ഒന്നാണ്, നമ്മളുടെ ബ്ലഡ് ഒന്നാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ചിലവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നു. പട്ടന്മാരെന്താ ഇറച്ചി തിന്നണില്ലേ? ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ലേ? അതേ ഭക്ഷണം തന്നെയാണ് താഴ്ന്ന ജാതിക്കാരും കഴിക്കുന്നത്. ആ തുഞ്ചത്തൻ എഴുത്തച്ഛൻ കോളേജിലത്തെ ആ പ്രിൻസിപ്പാളിനെ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മയായിരുന്നെങ്കിൽ ഈ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിന് ഞാൻ അവിടെ വന്ന തൻ്റെ ചെപ്പാൻ കുറ്റി നോക്കിയിട്ട് രണ്ടെണ്ണം തന്നിട്ട് വിട്ടേനെ. മോശമായിപ്പോയി നിങ്ങളൊക്കെ. ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരൊക്കെ ഈ 2026 ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ എല്ലാ മാഷന്മാരിനെയും അല്ല, എല്ലാ ടീച്ചർമാരിനെയും അല്ല. അപ്പോൾ ഓക്കെ, ബൈ.